ഇനി ഇന്നലെ അവസാനത്തെ ദിവസമായിരുന്നു ഡ്രഡ്ജിങ്ങിൻ്റെ എന്നുള്ളത് ഒരു ന്യൂസ് കിട്ടീനു. അപ്പം ഞാൻ ആകെ ഭയപ്പെട്ടിനു. പക്ഷേ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. ഇതിപ്പോൾ ഇനി 2 കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ പിന്നിൽ നിന്നിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടായാലും വേണ്ടിയില്ല, ഞാൻ ഗംഗാവലിപ്പുഴയുള്ള മണ്ണ് മുഴുവൻ അരിച്ചു പെറുക്കും. അത് ഞാൻ തീർച്ചപ്പെടുത്തിയ കാര്യമായിരുന്നു. സമ്പാദിച്ച സ്വത്ത് മുഴുവൻ വിറ്റിട്ടായാലും വേണ്ടിയില്ല, അതിൻ്റെ പിന്നിൽ തന്നെ നിൽക്കാൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെയല്ല തീരുമാനിച്ചത്. നാട്ടിലേക്ക് പോയിക്കോ എന്ന് തന്നെ തീരുമാനിച്ചത്. സന്തോഷമുണ്ട്. എൻ്റെ കൂടെ ഈ നിന്ന് തന്ന എല്ലാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഈ വിഷയം ഒരുപാട് വേദികളിൽ പറയണത് നമ്മൾ ഈ 71 ദിവസമായിട്ട് കേൾക്കുന്നതാണ്. നിങ്ങളെ ഏറ്റവും ലീഡിങ് റിപ്പോർട്ടർമാരെ വരെ ഇവിടെ നിർത്തി ഇതിന് കൊടുത്ത പ്രാധാന്യം അതൊരിക്കലും നമ്മളാരും മറക്കൂല. ഞാൻ അത് നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. മനാബ്, ശരിക്കും ഇടയ്ക്കൊക്കെ ഈ ദൗത്യത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ബാക്കിയായിരുന്നു. അനിശ്ചിതത്വം വന്നു, ദൗത്യം നിർത്തി പോകുന്നു എന്നൊക്കെയുള്ള അവസ്ഥ വന്നപ്പോഴൊക്കെ തന്നെ മനാബ് എടുത്ത വ്യക്തിപരമായ ശ്രമങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കും. കാരണം മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ നേരിട്ട് പോയി നേതാക്കന്മാരെ നേരിട്ട് കണ്ട ഈ ശ്രമങ്ങൾ തുടരണം. ഒറ്റ ലക്ഷ്യം വെച്ച് മാത്രമായിരുന്നു മനാബിൻ്റെ പ്രവർത്തനം. അർജുനൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയണം, അർജുനെ മടക്കി കൊണ്ടുവരാമെന്ന് അമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കണം. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും താങ്കളെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു. അപ്പോഴൊക്കെ താങ്കൾക്കൊരു നിശ്ചയദാർഢ്യം താങ്കൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പല ആൾക്കാരും ഒരുപാട് സംശയങ്ങളൊക്കെ പറയുമ്പോഴും മനാബിൻ്റെ മനസ്സിൽ ഒന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഗംഗാവലിപ്പുഴയ്ക്കടിയിൽ എവിടെയോ അർജുനും ലോറിയും ഒളിച്ചു കിടക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്. ഞാൻ മറ്റേ ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കടൻ്റെ പിന്നിലാവാനാണ് ചാൻസ്. അതായത് മണ്ണിലില്ലെങ്കിൽ പിന്നീട് ഉണ്ടാവുക ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കടൻ്റെ പിന്നിലാണെന്നുള്ളത്. അവിടുന്ന് തന്നെയാണ് നമുക്ക് അർജുനെ കിട്ടിയത്. നമ്മളെ വാഹനത്തിന് അധികം കേടുപാടുകൾ, അത് ചിന്നിച്ചിതറിപ്പോണ കേടുപാടുകൾ ഉണ്ടാവില്ല എന്ന് ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. എനിക്കറിയാം വണ്ടീൻ്റെ ഉള്ളിൽ ആ ഒരു ബർത്തുണ്ട്, ആ ബർത്തിൻ്റെ ഉള്ളിൽ അവൻ കിടക്കുകയായിരിക്കും. ആ കിടക്കുന്ന രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഓനെ കിട്ടിയതും. ഈ നമ്മളെ വണ്ടീൻ്റെ സ്പെയർ പാർട്സുകളൊന്നും അധികം കിട്ടാതായപ്പോൾ തന്നെ അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ ഇതൊക്കെ ആരോ എന്നോട് പറയണമാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചില ഘട്ടത്തിൽ എനിക്ക് തന്നെ തോന്നിക്കണം എനിക്ക് ഭ്രാന്തായോ എന്നുള്ളത്. ഞാൻ ആ പോയതിൻ്റെ സൈഡിൽ കൂടെ എനിക്ക് വെയിൽ ഓർമ്മയില്ല, മഴ ഓർമ്മയില്ല, അങ്ങനെ ആയിപ്പോയി. ചിലപ്പോൾ എന്താ പറയുക, കിട്ടുന്നുള്ള ഉള്ളിലുള്ള ആ വിശ്വാസം കൊണ്ടായിരിക്കും. ഞാൻ മഴ കുട ഉപയോഗിച്ചിട്ട് ഒരിക്കലും മഴത്ത് നിന്നിട്ടില്ല. മഴ കൊള്ളുകയാണെങ്കിൽ മഴ, വെയിൽ കൊള്ളുകയാണെങ്കിൽ വെയിൽ. പക്ഷെ അത്രമാത്രം മനസ്സിൽ ഉറച്ചു പോയിനു അവനെയും കൊണ്ടിട്ടേ വരുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഗംഗാവലിപ്പുഴയിൽ ഇട്ടേച്ച് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലേനും അത് തീർച്ചയാക്കിയ വിഷയനും. ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കച്ചവടം മറന്നുപോയി, ഞാൻ എൻ്റെ ഫാമിലിനെ മറന്നുപോയി. പക്ഷെ ഫാമിലിനോടും എൻ്റെ മറ്റ് ജോലിക്കാരോടും ഇതൊക്കെ ഓര് നോക്കിക്കോളും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് എന്താ പറഞ്ഞാൽ ഇതുമായിട്ട് മുന്നോട്ട് വന്ന് അതിനൊരു റിസൾട്ട് ഉണ്ടായി. ഇന്നലെയും കൂടി ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇനി ഒരുപാട് കാലം കൂടി ഓടേണ്ടി വരുന്നു. ഇനി ഓടാത്ത ഒരു സ്ഥലമില്ല. ബാംഗ്ലൂർ ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു അന്ത്യമായി എന്നുള്ളത് സമാധാനമുണ്ട്.